ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി ഒരു 10 മിനിറ്റ് നമുക്ക് കുതിർത്ത് മാറ്റി വെക്കാം. ഈ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ ഉള്ളിയും 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1 സവാള എന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ ചെമ്മീനെല്ലാം അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പം നമുക്ക് അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാടിട്ട് വേവിച്ചതാക്കൊന്നും വേണ്ട. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ റൈസ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസെല്ലാം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മളൊരു ഏലക്ക, പട്ട, ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അരിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ അരി ഊറ്റിയെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിലിലേക്ക് ഒരല്പം കൂടെ ഓയിലൊഴിച്ച് നമുക്ക് ഓണിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഓണിയനൊക്കെ ഒരുവിധം വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 വലിയ ടൊമാറ്റോ ആണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പാനിലേക്ക് ഞാൻ ഈ ഉള്ളിയൊക്കെ മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ആ പാത്രത്തിലാണ് ദം ഇടുന്നത്. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ ഉള്ളിയുടെ മസാല മാറ്റി കൊടുത്ത് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞതും, പിന്നെ നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികൾ മാത്രം. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വരുമ്പം നമ്മളിതിലേക്ക് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഈ മസാലയും ചെമ്മീനും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ദം ചെയ്ത് തുടങ്ങാം. ദം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആദ്യം മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ എഗെയിൻ നമ്മൾ മല്ലിയില പിന്നെ ഗരം മസാലയും കൂടെ ജസ്റ്റ് വിതറി കൊടുക്കണം. അങ്ങനെ ലാസ്റ്റ് ബാച്ച് റൈസും കൂടെ അതിൻ്റെ മുകളിൽ വിതറി മുകളിൽ മല്ലിയിലയും പിന്നെ ഗരം മസാലയും കൂടെ വിതറി അതിന് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറിലും നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ, പശുവിൻ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കുറച്ച് ഗരം മസാലയും മല്ലിയിലും കൂടെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂവും മുന്തിരിയും കൂടെ ഒരല്പം നെയ്യിൽ വറുത്ത് കോരിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ആ നെയ്യും ആ ഓയിലും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുറി നാരങ്ങ നീരും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ദം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുകളിൽ ചോറ് ഒരല്പം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടിയത്തെ മസാല ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.